ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 12 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നും ഓരോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഓർഡർ എന്താണ്, ഡിഗ്രി എന്താണെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും കഴിഞ്ഞ വീഡിയോസിൽ നോക്കി. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ ആദ്യത്തെ ചോദ്യമാണിത്. വെരിഫൈ ദാറ്റ് the function y equal to cos x plus c is a solution of the differential equation y dash plus sin x is equal to 0. അതായത് നമുക്ക് y equal to എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് y dash plus sin x is equal to 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് വെരിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എടുത്തെഴുതുക, അതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എന്താ? y equal to cos x പ്ലസ് സി. ഓക്കെ, അപ്പോൾ നമ്മളതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുവാണേ. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? വൈ ഡാഷ് അല്ലേ. നമ്മളിപ്പം ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് ഇവിടെ വൈ ഡാഷ് എന്നാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ വൈയുടെ ഡെറിവേറ്റീവിനെ വൈ ഡാഷ് എന്ന് എടുത്തു. വൈ ഡാഷ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, സി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. ഇനി ഈ മൈനസ് സൈൻ എക്സിനെ നമ്മൾ ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താകും? വൈ ഡാഷ് പ്ലസ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 0. കണ്ടോ, നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയത് അല്ലേ. വൈ ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് സി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എവിടെ എത്തി? വൈ ഡാഷ് പ്ലസ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എത്തി. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇക്വേഷൻ നമ്പർ 1 ഇസ് ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 ഇസ് ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ നമ്പർ 2. y equal to cos x plus c is the solution of y dash plus sin x is equal to 0 എന്ന് നേരത്തെ പിടിച്ചെഴുതുന്നതിന് പകരമാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നും 2 എന്നും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമാണിത്. വെരിഫൈ ദാറ്റ് ദി ഫംഗ്ഷൻ y equal to a cos x plus b sin x where a b element of r is a solution of the differential equation d square y by dx square plus y equal to 0. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, y ഈക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ്, നമുക്ക് വെരിഫൈ ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ y എടുത്തെഴുതുക, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നോക്കിയാൽ നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന ഡബിൾ ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒന്ന് എടുത്തെഴുതാം. y ഈക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. അപ്പോൾ ഇതിന് ഞാനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് തന്നെ എടുക്കാം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എ ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് ബി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ബി ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? മൈനസ് എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് എന്നായിട്ട് വരും. ഓക്കെ, ഇനി ഈ സാധനത്തെ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ മൈനസ് എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പം മൈനസ് എ ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് ബി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ബി ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ മൈനസ് എ കോസ് എക്സ് മൈനസ് അല്ലേ, ഈ പ്ലസും മൈനസും കൂടെ ചേരുമ്പോൾ മൈനസ് ആകും, ബി സൈൻ എക്സ് എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു മൈനസിനെ കോമൺ ആയിട്ട് വെളിയിലോട്ട് എടുക്കുക. അപ്പോൾ എന്താ വരുന്നത്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് വെളിയിലോട്ട് എടുത്തു. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് എന്ന് വരും. ഓക്കെ അല്ലേ. ദെർഫോർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഈ എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈ വൈ എന്ന് പറയുന്നതല്ലേ. അപ്പോൾ ഈ എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സിന് പകരം നമുക്ക് ഇവിടെ എന്തിട്ട് കൊടുക്കാം? വൈ എന്നിട്ട് കൊടുക്കാം. ഈ മൈനസ് വൈനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. നോക്കിയാൽ നമ്മൾ y ഈക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സിൽ നിന്ന് തുടങ്ങി എവിടെ എത്തി? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് എത്തി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇക്വേഷൻ നമ്പർ 1 ഇസ് ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ നമ്പർ 2. ഇസ് ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത ചോദ്യമാണിത്. Verify that the solution y equal to e raised to minus 3x is a
സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോറി, ഇവിടെ ഫംഗ്ഷൻ ആണ് കേട്ടോ, ഞാൻ എഴുതി വന്നപ്പോൾ അത് സൊല്യൂഷൻ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ വെരിഫൈ ദാറ്റ് ദി ഫംഗ്ഷൻ കളറും മാറി. ഓക്കെ, വെരിഫൈ ദാറ്റ് ദി ഫംഗ്ഷൻ y equal to e raised to minus 3x is a solution of the differential equation d square y by dx square plus dy by dx minus 6y equal to 0. അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷനും തന്നിട്ടുണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷനും തന്നിട്ടുണ്ട്. അപ്പം ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത 2 പ്രോബ്ലത്തിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ചെയ്യുന്ന മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തപ്പോൾ എന്തായിരുന്നു, നമ്മൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് എത്തുമായിരുന്നു. പക്ഷേ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, തന്നിരിക്കുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് d square y by dx square കണ്ടുപിടിക്കും, dy by dxും കണ്ടുപിടിക്കും. എന്നിട്ട് അത് ഈ ഇക്വേഷനകത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് 0 കിട്ടുമോ എന്നാണ് നമുക്കിവിടെ വെരിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഒന്ന് എടുത്തെഴുതാം. y is equal to e raised to minus 3x. അപ്പോൾ ഇതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ dy by dx is equal to e raised to x ൻ്റെ ഡെറിവേറ്റീവ് e raised to x തന്നെ. അപ്പോൾ e raised to minus 3x ൻ്റെ ഡെറിവേറ്റീവ് e raised to minus 3x ഇൻറ്റു minus 3x ൻ്റെ ഡെറിവേറ്റീവ് എന്താ, minus 3. അപ്പോൾ എന്താ കിട്ടിയത്, dy by dx ഈക്വൽ ടു minus 3 e raised to minus 3x എന്ന് വന്നു. ഓക്കെ, ഇനി ഈ സാധനത്തെ നമ്മൾ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പോകുക. അപ്പോൾ എന്താ വരുന്നത്, dy by dx ൻ്റെ ഡെറിവേറ്റീവ് d square y by dx square ഈക്വൽ ടു, ഇവിടെ -3 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ -3 ഇൻറ്റു e raised to minus 3x ൻ്റെ ഡെറിവേറ്റീവ് e raised to minus, ഈ സെയിം സാധനം തന്നെ, e raised to minus 3x ഇൻറ്റു minus 3x ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, -3. അപ്പോൾ -3 ഇൻറ്റു e raised to minus 3x ഇൻറ്റു -3. ഓക്കെ, therefore d square y by dx square ഈക്വൽ ടു -3 ഇൻറ്റു -3 എന്താ, 9 e raised to minus 3x എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ dy by dxും കണ്ടുപിടിച്ചു, d square y by dx സ്ക്വയറും കണ്ടുപിടിച്ചു. ഇനി ഈ 2 സാധനത്തെ നമ്മളിത് ഇക്വേഷനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം. അപ്പോൾ എന്താ ഇക്വേഷൻ, d square y by dx സ്ക്വയർ പ്ലസ് dy by dx minus 6y ഈക്വൽ ടു 0 എന്ന് എഴുതരുത്, കാരണം അതാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ d square y by dx സ്ക്വയർ എന്താ, 9 e raised to minus 3x. അപ്പോൾ 9 e raised to minus 3x പ്ലസ് dy by dx minus 3 e raised to minus 3x. അപ്പോൾ minus 3 e raised to minus 3x മൈനസ് 6 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് എന്താ ഇട്ട് കൊടുക്കേണ്ടത്, ഈ സാധനമാണ് ഇട്ട് കൊടുക്കേണ്ടത്, e raised to minus 3x. 6 e raised to minus 3x എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് ഈ പ്ലസും മൈനസും കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറും, അത് മൈനസായിട്ട് മാറും അല്ലേ. അപ്പം 9 e raised to minus 3x മൈനസ് 3 e raised to minus 3x മൈനസ് 6 e raised to minus 3x. ഓക്കെ അല്ലേ, ഈ -3 e raised to minus 3xും -6 e raised to minus 3xും, അതായത് നമ്മുടെ e raised to minus 3x എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആണ്. അപ്പോൾ ഈ -3നെയും -6നെയും കൂടി എനിക്ക് ആഡ് ചെയ്യാലോ. അപ്പോൾ എന്താ വരുന്നത്, 9 e raised to minus 3x മൈനസ് 6 3 കൂട്ടുമ്പോൾ 9 വരും അല്ലേ. അപ്പം 9 e raised to minus 3x എന്ന് കിട്ടും. കണ്ടോ, സെയിം ആയിട്ട് വന്നു, നമ്മളുടെ ആൻസർ ഇസ് 0. കണ്ടോ, നമുക്ക് ഫൈനൽ ആൻസർ 0 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, y ഈക്വൽ ടു e raised to minus 3x എന്നുള്ളത് is a solution of, അല്ലെ, ആരുടെ സൊല്യൂഷൻ ആണ്, is a solution of d square y by dx square plus dy by dx minus 6y equal to 0. ഓക്കെ, അപ്പോൾ y e raised to minus 3x എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ വെരിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് 3 തന്നെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്